നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരുകൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. സിദ്ധു, അവിടെ നിക്ക്. നമുക്ക് കുറച്ച് കഴിഞ്ഞകത്ത് കയറാം. നമ്മൾ എന്തിനാണ് നിക്കണേ? നമുക്ക് ഉള്ളി പോവാലോ. മോനെ കുട്ട, മോന് കൂട്ടായിട്ട് ഞങ്ങളൊരു മാലാഖയെ കണ്ടുവച്ചില്ലേ? ആ മാലാഖ ഇപ്പൊ വരും. ആ മാലാഖയെ കാണാനാ നമ്മൾ ഇപ്പൊ വന്നത്. വേണ്ട, എനിക്ക് ആ മലയെ കണ്ട. എനിക്ക് എന്റെ മലയെ കണ്ടാ മതി. കുട്ട പറയുന്ന കേക്കടാ. ഇല്ല, എനിക്കൊന്നും കേക്കണ്ട. എനിക്ക് എന്റെ മലക മതി. മോനെ, അമ്മ പറയുന്ന കേക്ക്. വേണ്ട, എനിക്ക് വേറെ മാലക വേണ്ട. മോനെ കുട്ട, അമലെ അവന്റെ കൂടെ ചെല്ലു. അതമ്മേ, അമൽ ഒറ്റയ്ക്ക് പോയി ശരിയാവില്ല. ഞാനും കൂടെ ഒന്ന് ചെന്നോട്ടെ. കുട്ട, ഇവിടെ നിൽക്കുവാണോ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നെ വിട്ട്. ഞാൻ ഇല്ല, ഞാൻ എങ്ങോട്ടില്ല. പോ കുട്ട, വാ കുട്ട. എന്താ? കുട്ട വാ, വന്നേ പറ്റൂ. കുട്ട കുട്ട വാ. എന്നെ വിട്. കുട്ട, ഞാനല്ല വിളിക്കുന്നേ, അച്ഛനമ്മയും മുത്തശ്ശിയെ വിളിക്കുന്നേ. എന്റെ അടുത്ത് ആരും വിളിക്കണ്ട, ഞാൻ വരില്ല. പോ, കുട്ട. പോ, 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 പോ. കളിക്കല്ലേ, വാ കുട്ട. പോ, പോ. പറയുന്നത് കേക്കൂട്ട, വാ. എന്താ ഇത്? അമലിനെ ഒന്നും ചെയ്യണ്ട. എന്നെ വിടാൻ പറ. പോ. അവൻ പോകും മോനെ. അമൽ, പോ. നീ ചെല്ല്. കുട്ടനെ ഞാൻ നോക്കിക്കോളാം, കുട്ടന്റെ കുഴപ്പമില്ല. കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാനല്ലേ പറയുന്നത്, നീ ചെല്ല്. ശരി. ആ, പോ. കുട്ട, എന്റെ അടുത്ത് മിണ്ടണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. കുട്ടൻ എന്നോടും പിണക്കത്തിലാണോ? ഞാൻ എല്ലാരോടും മിടക്കത്തില്ല. എന്നോട് എന്തിനാ പിണങ്ങുന്നത്? അവര് കണ്ടുപിടിച്ച മാലാഖയെ കല്യാണം കഴിക്കാൻ ഞാൻ കുട്ടനോട് പറഞ്ഞോ? ചെറിയമ്മ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. ആ, ചെറിയമ്മ അങ്ങനെ എന്തെങ്കിലും പറയൂ കുട്ട. കുട്ടന്റെ മാലാഖയെ തന്നെ കല്യാണം കഴിച്ചാ മതി. അവര് കണ്ടുപിടിച്ച മാലാഖയെ കല്യാണം കഴിക്കണ്ട. ആ കല്യാണത്തിന് കുട്ടൻ സമ്മതിക്കണ്ട. ചെറിയമ്മയുണ്ട് കുട്ടന്റെ കൂടെ. സത്യമാണോ? സത്യം. കുട്ടൻ അവര് പറയുന്ന കല്യാണത്തിന് സമ്മതിക്കാതിരുന്നാ മതി. ബാക്കി ചെറിയമ്മ നോക്കിക്കോളാം, കേട്ടോ? അവരെ കാണുന്നില്ലല്ലോ അമ്മേ. അവര് വന്നല്ലോ അമ്മേ. ദേവികയോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. ഞങ്ങളുടെ മനസ്സിലെ വലിയ പ്രയാസമാ സിദ്ധുവിന്റെ അസുഖം, അതുപോലെ തന്നെ അവന്റെ വിവാഹവും. ദേവിക വിവാഹത്തിന് സമ്മതിച്ചോടെ ആ പ്രയാസവും മാറിക്കിട്ടി. ഇനി നിങ്ങളുടെ കല്യാണം കഴിയുന്നതോടെ അവന്റെ അസുഖവും മാറിക്കിട്ടും. അതില് ഞങ്ങൾക്കെല്ലാം നല്ല പ്രതീക്ഷയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.